പല്ലാരിമംഗലം സ്വദേശിനിയായ നഴ്സ് മലപ്പുറം കുറ്റിപ്പുറത്ത് മരണമടഞ്ഞ സംഭവം കേസെടുത്ത പോലീസ് പല്ലാരിമംഗലത്തെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. പല്ലാരിമംഗലം സ്വദേശിനി ആമിന കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരണമടഞ്ഞത്. കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4ഓടെ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ആമിനയെ ആശുപത്രിയുടെ മുകൾ നിലയിലെ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടത്. തുടർന്ന് വാളാഞ്ചേരിയിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 8:30യോടെ മരിക്കുകയായിരുന്നു. അമിതമായി മരുന്ന് ഉള്ളിലെത്തിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരമെങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാർ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു. കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ അമീന എൻ്റെ മോളാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞ് ഇവിടെ മൊത്തത്തിൽ എല്ലായിടത്തും റിപ്പോർട്ട് വന്നത്. ഇവിടെ എന്നെ ശനിയാഴ്ച 6 മണിക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചിൻ്റെ കൂട്ടുകാരിയാണ് വിളിച്ച് ഞങ്ങളൊരു വണ്ടിയും വിളിച്ചുകൊണ്ട് പോരെ പെട്ടെന്ന് എന്നും പറഞ്ഞ് വിവരറിയിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ പൈസ ഇല്ലാണ്ട് കടം മേടിച്ചുകൊണ്ട് വണ്ടി പൈസ ഉണ്ടാക്കി അവിടെ ബസ്സിൽ കയറി ചെന്ന താമസം എന്നുണ്ട്. എൻ്റെ സഹോദരൻ അവിടെ ഉണ്ട്. ഞാൻ സഹോദരൻ ഉടനെ വിളിച്ചു. താമസം വരുള്ളൂ, 6-7 മണിക്കൂർ വേണം അവിടെ എത്തണേ. സഹോദരനെ വിളിച്ചപ്പോൾ സഹോദരൻ്റെ ജ്യേഷ്ഠൻ 2 പേരും ഉണ്ടായിരുന്നു അവിടെ. ആ 2 പേരും കൂടെ ഉടനെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ നടക്കാവ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിക്കണേന്ന് പറഞ്ഞു. നടക്കാവ് ഇതിലും ചെറിയ ക്ലിനിക്കാണ്. ഇത്രയും കൂടെ സൗകര്യമില്ലാത്ത ചെറിയ ക്ലിനിക്കിലേക്കാണ് കൊച്ചിനെ കൊണ്ടുപോയിക്കുന്നത്. അവിടെ നടക്കാവിൽ അവർ ഓടിയെത്തിയപ്പോഴത്തേക്കും അവിടെ നിന്നും കൊണ്ടുപോയി അവർ നിംസിലേക്ക് കൊണ്ടുപോകും, ആസ്റ്റർ നിംസിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു, കോട്ടക്കലുള്ള. അവിടെ അവർ എത്തിയപ്പോഴത്തേക്കും കൊച്ച് നിശ്ചലമായിട്ടാണ് അവിടെ കയറി വന്നെ. പൾസ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇതെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണം. ഈ 2 മണിക്ക് സംഭവിച്ച സംഭവം എന്ന് പറയുന്നു ആശുപത്രിയിൽ. ഇവർ 6:30 വരെ വൈകിപ്പിച്ചതിനാ, 6 മണി വരെ ഞങ്ങൾ വൈകിപ്പിച്ചതിനാ വിളിച്ചറിയിക്കാൻ. ഈ മൊബൈലിലെല്ലാം കൊച്ചിൻ്റെ നമ്പറുള്ളതല്ലേ എല്ലാവരുടെയും. എൻ്റെ ചേട്ടൻ്റെ വരെ നമ്പറുള്ള കൊച്ചിൻ്റെ കയ്യിൽ യൂനിസ് മൂത്താപ്പാന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണ കൊച്ച്. അതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൊബൈലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആരുടെയൊക്കെ നമ്പർ അതിൻ്റെ അകത്തുണ്ടെന്ന്. ഇതുവരെ അറിയിക്കാതിരുന്നതിൽ എന്നാന്നുള്ള അന്വേഷിക്കണം. ഈ സാഹചര്യത്തിലാണ് തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം കോതമംഗലം പല്ലാരിമംഗലത്തെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയത്. തങ്ങളുടെ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മരിച്ച പെൺകുട്ടിയുടെ പിതാവ് മിഥിലാജും സഹോദരി അൽഫിനയും പറയുന്നു. അവൾ എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യൂല. കാരണം നമുക്ക് എന്നും ഫോൺ വിളിച്ച് നമ്മളെക്കാളും കൂടുതൽ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതുവരെ അവള് മാറ്റി സംസാരിച്ച് നമ്മള് റിക്കവർ ആക്കണത് അവള്. അന്ന് ഈ പ്രശ്നം നടക്കണതിൻ്റെ തലേ ദിവസം അവള് ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ച് അവളായിട്ട് തന്നെ വിളിച്ച് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് കോളാണ്. അതിനകത്ത് കയറി എല്ലാവരുമായിട്ട് സംസാരിച്ച് ഹോസ്പിറ്റലിൽ ഓരോന്ന് വാങ്ങിച്ചു വെച്ചേക്കണ കാര്യങ്ങളും ഡോക്ടറിന് കൊടുക്കണ കാര്യങ്ങളും എല്ലാം സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു. ചിരിയും കളിയും. അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് മുമ്പും ഇനി മുതൽ ചുറ്റി കുത്തിക്കൊണ്ട് വേണം പോവാനെന്നും പറഞ്ഞു ഷോളൊക്കെ ചുറ്റി കുത്തി കാണിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഫോൺ വെച്ച്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഫോൺ വെക്കും, എനിക്ക് ഇച്ചിരി നേരം കൂടെ ഡ്യൂട്ടി ഉണ്ട്, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ അവൾ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഞങ്ങൾ ആ സമയമാകുമ്പോൾ വീഡിയോ കോൾ വിളിക്കലുണ്ട്. അപ്പം ഞാൻ ഗ്രൂപ്പ് കോൾ വിളിച്ചപ്പോൾ വല്യാപ്പ മാത്രമേ ഫോൺ എടുത്തോളൂ. അപ്പോൾ വാപ്പ പറഞ്ഞു പൊന്നൂനിങ്ങനെ പനിയാന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മയും വാപ്പയും കൂടെ അങ്ങോട്ട് പോയേക്കുക. വാപ്പ തന്നെ ഉള്ളൂ. അപ്പോൾ വാപ്പാക്ക് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ വല്ലതും ഇങ്ങനെയൊക്കെ പനിയാന്നോ അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ടുള്ള ആളാണ്. അപ്പം നെഞ്ചുവേനയുടെയും തലയിറക്കത്തിൻ്റെ ശ്വാസം മുട്ടിൻ്റെ ഒക്കെ വർഷങ്ങളായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞാനും എൻ്റെ കെട്ടിയവനും പറഞ്ഞു വന്ന് നമുക്ക് ഇങ്ങോട്ട് വരാം, അടിവാടിന് പോവാന്നും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരിക ചെയ്ത വാപ്പ അടുത്തേക്ക് തന്നെ കിടക്കണ്ടല്ലോ എന്നോർത്ത്. രാത്രി വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പല ആൾക്കാരുമായിട്ട് വിളിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവരാരും നമ്മൾ അങ്ങോട്ട് വിളിച്ചതല്ലാണ്ട് ഇങ്ങോട്ടൊന്ന് വിളിച്ച് സംസാരിക്കുമോ എന്താ പറ്റിയെന്ന് പറയുമോ ഒന്നും ചെയ്യണില്ല. എന്നിട്ട് അവളുടെ തന്നെ കൂട്ടുകാരി ഉണ്ട് ഷിബിന എന്ന് പറഞ്ഞ, ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ നമ്പർ വാങ്ങിച്ചു. നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ നമ്പർ വാങ്ങിച്ച് അങ്ങോട്ട് സംസാരിക്കാൻ നേരത്തെ അവർ നമ്മുടെ അടുത്തേക്ക് നമ്മളോട് എന്തോ വൈരാഗ്യമുള്ള പോലെ ദേഷ്യപ്പെടുകയത്. നമ്മളെ ഒന്ന് എന്താണെന്നോ കാര്യം നടന്ന എന്നാന്നൊന്നും ഇവർ പറയണില്ല. ലാസ്റ്റ് മിണ്ടാണ്ട് ഇവർ തന്നെ ഫോൺ ഓഫാക്കുക ചെയ്തത്. നഴ്സിംഗ് സൂപ്രണ്ട് അവിടെ 17 വർഷമോ 16 വർഷമോ എങ്ങാണ്ടായിട്ട് വർക്ക് ചെയ്യണവരാ. സംഭവത്തിൽ അന്വേഷണം നടത്തി നിയമ നടപടികൾ ഉറപ്പുവരുത്തണമെന്ന് UNA ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മണലുംപാറയിൽ ആവശ്യപ്പെട്ടു. ഞാൻ അമീനയുടെ വാപ്പയായിട്ട് ഇപ്പോൾ രാവിലെ സംസാരിക്കുകയായിരുന്നു. അമീനയുടെ വാപ്പയും കുടുംബമൊക്കെ പറയുന്നത് ഈ അമീന ഒരിക്കലും ഒരു മരുന്നെടുത്ത് കഴിച്ച് ആത്മഹത്യ ചെയ്യില്ല,
അത് കൊന്നതാണ് എന്നുള്ള ഒരു സംശയമാണ് വീട്ടുകാരിപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്നിട്ട് പോലും 7 ദിവസമായി ഈ സംഭവം നടന്നിട്ട്, കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവമാണ്. ഇതുവരെ ഈ കേസിൽ ഒരാളെ പോലും പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. ഒരു വകുപ്പും ചേർത്തിട്ടില്ല, ഒരു ആളെ പോലും പ്രതി ചേർത്തിട്ടില്ല. കൃത്യമായിട്ട് ഹോസ്പിറ്റലിലെ GM-നെതിരെ ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ട്, UN മൊഴി കൊടുത്തിട്ടുണ്ട്, വീട്ടുകാർ സംസാരിച്ചിട്ടുണ്ട്, അവിടെ കൂടിയ ജീവനക്കാർ മൊഴി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. മീഡിയ സിസ്റ്റി കോതമംഗലം.